आप कहाँ रहते हैं? आप कहाँ रहते हैं? आप कहाँ रहते हैं? आप कहाँ रहते हैं? എന്താണ്? താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? വെരി ഗുഡ്, താങ്കൾ എവിടെയാണ്? കൺഗ്രാജുലേഷൻ. ശരിയാണ്, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാൻ രഹത്തെ ഹേ, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അടുത്തത് സബ് ടീക് തോ ഹേ, സബ് ടീക് തോ ഹേ. എല്ലാം ശരിയാണോ? എല്ലാം ഓക്കെ ആണോ? കൊടുത്തു. എല്ലാം ശരിയാണോ? സുഖം തന്നെയല്ലേ? എല്ലാം ശരിയല്ലേ? ഓക്കെ അല്ലേ? എന്തോ എന്ത് പറഞ്ഞത്? എന്ത് പറഞ്ഞു? സബ് ടീക് തോ ഹേ നാ. സബ് എന്നാണോ സം എന്നാണോ? സബ് 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 ടീക് തോ ഹേ നാ. സാർ ഞാൻ എഴുതി എടുക്കുവാണേ, അതാണ്. എല്ലാം ഓക്കെ അല്ലേ, സുഖമല്ലേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പലതരത്തിലും നമുക്ക് അതിന്റെ അർത്ഥം വരും കേട്ടോ. സന്ദർഭം അനുസരിച്ച് പലതരത്തിൽ അർത്ഥം വരും. ഓക്കെ മാസ്റ്റർ ജി, സബ് ടിക് തോ ഹേ നാ? बिल्कुल बिल्कुल बिल्कुल. अच्छा अच्छा अच्छा. क्या ये सच्ची है? क्या ये सच्ची है? എന്താ സത്യമാണോ? ആ, സത്യമാണോ? നേരാണോ? നേരാണോ? ഇത് സത്യമാണോ? നേരാണോ? ഓ, യഥാർത്ഥാണോ? ക്യാ യഹ് സച്ച് ഹേ എന്ന് ചോദിച്ചാൽ ഇത് സത്യമാണോ? ക്യാ വഹ് ക്യാ കർത്താ ഹേ, വഹ് ക്യാ കർത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എന്താണ് ചെയ്യുന്നത്? അതെ, അവൻ എന്താണ് ചെയ്യുന്നത്. വഹ് ക്യാ കർത്തി ഹേ എന്ന് ചോദിച്ചാലോ? വഹ് ക്യാ കർത്തി ഹേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. തുമേ ഹുവാ ക്യാ, തുമേ ഹുവാ ക്യാ എന്ന് ചോദിച്ചാൽ എന്താ? തുമേ ഹുവാ ക്യാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ശരി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. അത് വേറെ ചോദിക്കാവോ? ക്യാ ഹുവാ? ആ, ക്യാ ഹുവാ, എന്ത് പറ്റി? ക്യാ ഹുവാ ആരോട് വേണേലും ചോദിക്കാം, ആർക്ക് വേണേലും ചോദിക്കാം, ആരോട് വേണേലും ചോദിക്കാം, ഒരു തെറ്റുമില്ല. ക്യാ ഹുവാ, എന്ത് പറ്റി? ആപ് ആയേ ക്യോ നഹി, ആപ് ആയേ ക്യോ നഹി. താങ്കൾ എന്തുകൊണ്ട് വന്നില്ല? ശരിയാണ് ശരിയാണ്, കൺഗ്രാജുലേഷൻ. താങ്കൾ എന്തുകൊണ്ട് വന്നില്ല? എന്റെ കല്യാണം വിളിച്ചു, അല്ലെങ്കിൽ എന്റെ മോന്റെ മുടികളച്ചിൽ വിളിച്ചു, മാമോദിസ വിളിച്ചു, അപ്പൊ അവര് വന്നില്ല. അപ്പൊ നമ്മള് പിന്നെ ദിവസം കണ്ടപ്പോ ചോദിക്കണം, ആപ് ആയേ ക്യോ നഹി, ആപ് ആയേ ക്യോ നഹി, ആപ് ആയേ ക്യോ നഹി, എന്തുകൊണ്ട് വന്നില്ല? ചോദിക്കാൻ അവകാശമുണ്ട്, കാരണം നമ്മുടെ ഫ്രണ്ടാണ്. നമ്മള് വിളിച്ചിട്ട് വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല? ആപ് ആയേ ക്യോ നഹി. സാർ അത് മാസ്റ്റർജി അത് വേറെ രീതിയിൽ ചോദിക്കാവോ? ക്യോ മാപ്പ് നഹീം ആയേഗി എന്ന് ചോദിക്കത്തില്ലേ? आप क्यों नहीं आए? आप क्यों नहीं आए? आप क्यों नहीं आए? ഓക്കെ, പല രീതിയിൽ ചോദിക്കാം. വെരി ഗുഡ്. പിന്നെന്താ? വേറെന്താ? और क्या है? और क्या है? और क्या അങ്ങനെ ചോദിച്ചൂടെ സാർ? और क्या? और क्या? और क्या എന്ന് ചോദിക്കരുത്. और क्या എന്ന് ചോദിച്ചാല് അതിന് ചില സമയത്ത് അതിന്റെ അർത്ഥം ചിലർക്ക് മനസ്സിലാവില്ല, അത് വേറെ അർത്ഥം ഉണ്ട് അതിന്. और क्या എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ फिर क्या, फिर क्या, പിന്നെന്താ? गया था, तुम कहाँ गया था? നിങ്ങൾ എവിടെ പോയതായിരുന്നു? എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോയതായിരുന്നു? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. എവിടെ പോയിരുന്നു? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. आप कहाँ गए थे? आप कहाँ गए थे? എന്താ വ്യത്യാസം? താങ്കൾ അതുകൊണ്ട് വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ആ ബഹുമാനം റെസ്പെക്റ്റോടെയാണ്. ആപ് കഹാം ഗയേ ഥേ, ആപ് കഹാം ഗയേ ഥേ, അങ്ങ് എവിടെ പോയിരുന്നു എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ ഈ മലയാളത്തിൽ പറയുന്നത് താങ്കൾ എന്നുള്ള അർത്ഥമൊന്നും അല്ല ഇതിന്, വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്ന. അങ്ങ് ശരിക്കും കുറച്ചൊക്കെ അതിനോട് യോജിക്കുന്ന പേരാണ്. അങ്ങ് എന്നുള്ള ഒരു പ്രകടനമാണ് കേട്ടോ. അങ്ങ് നമ്മളെ പണ്ടത്തെ നമ്പൂതിരിമാരുടെ ഭാഷയൊക്കെ ഇല്ലേ, നോം അവിടുന്ന് എന്നൊക്കെ പറയുമ്പോൾ, അടിയൻ എന്നൊക്കെ പറയുമ്പോലുള്ള ആ രൂപത്തിലുള്ള നല്ല റെസ്പെക്ട് ഉള്ള വാക്കാണ്. സാറേ ഗയത്തെയും ഗയത്തായും സെയിം മീനിങ് തന്നെ അല്ലേ സാറേ? മീനിങ് സെയിം ആണ്, പക്ഷെ റെസ്പെക്ട് കൂടുതൽ തേ എന്നുള്ളതാണ്. ഗയത്തേ, അത് റെസ്പെക്ട്ഫുൾ ആണ്. നമസ്കാർ, മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്
അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. എൻ്റെ പേര് പ്രതീഷ്, ഞാൻ പാലക്കാട്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ തങ്കച്ചി സാറുടെ ഒരു ക്ലാസ് കണ്ടിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നല്ല എക്സ്പീരിയൻസാണ്.